ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷഹനാസ് മാജിക്സ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നൊരു ബിരിയാണി റെസിപ്പിയാണ് കേട്ടോ. ഞാനിന്ന് ഉണ്ടാക്കുന്നത് ആവോലി ബിരിയാണിയാണ്, മീൻ ബിരിയാണിയാണ് കേട്ടോ. ഏത് ഫിഷ് വെച്ചിട്ടും ഇങ്ങനെ തന്നെ ബിരിയാണി ഉണ്ടാക്കാം. നമ്മളിവിടെ കോഴിക്കോട് ഭാഗത്തേക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്റ്റൈൽ ബിരിയാണിയാണ്. അപ്പം അടിപൊളി ടേസ്റ്റാണ്, എന്നാൽ നല്ല സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. അപ്പം നമുക്ക് ബിരിയാണിൻ്റെ റെസിപ്പി നോക്കിയാലോ. ഇത് നമ്മൾ ബിരിയാണിയിലേക്ക് എടുക്കുന്ന ഫിഷ് ഏതാണോ അത് നന്നായിട്ട് മസാല തേച്ച് വെക്കുക. സാധാ തേക്കുന്ന പോലെ തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ചീരകം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, ഒരു ഇത്തിരി ചെറുനാരങ്ങ നീരിട്ടോ. എന്നിട്ട് നമ്മളതൊരു ഹാഫ് ആൻ അവർ പെട്ടെന്ന് ഫ്രീസറിലേക്ക് വെക്കുക. ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് എടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ജീരകശാല അരിയാണ്. ജീരകശാല അരി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കട്ടോ, നല്ല ടേസ്റ്റാണ് ജീരകശാല അരിക്ക്. അരി നന്നായി കഴുകിയതിൻ്റെ ശേഷം തന്നെ സോക്ക് ചെയ്യാൻ ശ്രദ്ധിക്കട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരി സോക്ക് ചെയ്തതിൻ്റെ ശേഷമാണ് നമ്മൾ അരി കഴുകുന്നത് വെച്ചാൽ അരി പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഞാനിപ്പോൾ ഇവിടെ 3 കപ്പ് ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ബിരിയാണിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളി വറുത്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ നല്ല നെയ്യാണ് സാധാരണ ബിരിയാണിയിലേക്ക് യൂസ് ചെയ്യാറുള്ളത്. ഇതിപ്പോൾ നമ്പീശ നെയ്യാണ്, അല്ലെങ്കിൽ RKGയോ മിൽമൻ്റെ നെയ്യോ ഏതായാലും മതി. ഞാൻ അരിയുടെ അളവ് അനുസരിച്ചിട്ടാണ് കേട്ടോ നെയ്യ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ 3 കപ്പ് അരി എടുത്തുകൊണ്ട് തന്നെ 3 ടേബിൾ സ്പൂൺ നെയ്യാണ് ആദ്യം എടുക്കുന്നത്. എന്നിട്ട് അതിലേക്കൊരു കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടിയും ഒഴിക്കും. എന്നിട്ടാണ് ഞാൻ ഇവിടെ നൈസായിട്ട് അരിഞ്ഞിട്ടുള്ള ഉള്ളി വറുത്തെടുക്കാറുള്ളത്. നല്ല നെയ്യിൽ തന്നെ ഉള്ളി പൊരിച്ചെടുക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇതിപ്പോൾ നമുക്ക് നെയ്ച്ചോറ് വെക്കുന്ന പാത്രത്തിൽ വേണമെങ്കിൽ ചെയ്യാം. പിന്നെ ഇങ്ങനെ കുഴിഞ്ഞ് നിൽക്കുമ്പോൾ കുറച്ചുകൂടി എണ്ണ കുമിഞ്ഞ് നിൽക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ആദ്യം ഞാൻ ചീനച്ചട്ടിയിൽ ഉള്ളി പൊരിച്ചെടുക്കുന്നത്. വെല്ലുള്ളി നമുക്ക് ഹൈ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേണം പൊരിച്ചെടുക്കാനായിട്ട്. ഇങ്ങനെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇത് നമുക്ക് ഉള്ളി നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഉള്ളി ഇടുന്നതിൻ്റെ മുന്നായിട്ട് തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് വറുത്ത് കോരി എടുത്ത് വെക്കുക. ഞങ്ങളിവിടെ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഇങ്ങനെ മുന്തിരി ഒന്നും ഇഷ്ടമല്ല, അതുകൊണ്ടാണ് കേട്ടോ അത് വറുത്ത് കോരാത്തത്. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് മൊരിഞ്ഞ് കിട്ടണം, എന്നാൽ കരിഞ്ഞും പോകരുത്. കരിഞ്ഞു പോയാൽ ബിരിയാണിയുടെ ടേസ്റ്റ് ആകെ മാറിപ്പോകും. ഇത് നമുക്ക് ഇടയിൽ ഗാർണിഷ് ചെയ്യാനും ദമ്മിടുമ്പോഴൊക്കെ ഇടാനുള്ള ഉള്ളിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം നമ്മുടെ ഉള്ളി ആയിട്ടുണ്ട്. ഒന്നും കൂടി ഒന്നിട്ട് മൂത്ത് കിട്ടിയാലേ നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. അത് പിന്നെ ഒരു സെക്കൻഡ് വൈകി കഴിഞ്ഞാൽ കരിഞ്ഞും പോകും. അങ്ങനെ നമ്മുടെ ഉള്ളി ഇതാ വറുത്ത് കോരിയിട്ട് ഞാനൊരു പാത്രത്തിൽ ഇങ്ങനെ വിടർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് വിടർത്തി വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി ഇങ്ങനെ ക്രിസ്പിയായി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാനിതാ വേറൊരു വലിയൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ആദ്യം അതിൽ ഫിഷ് വറുത്തെടുക്കാം കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് അതിൽ നമ്മുടെ മസാലക്കൂട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ബിരിയാണീൻ്റെ മസാലക്കൂട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ എണ്ണയിൽ തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് ഒരുപാട് പാത്രം എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. വേറൊരു അടുപ്പത്ത് ഞാൻ നെയ്ച്ചോറിനുള്ള പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ കെറ്റിൽ ആദ്യം തന്നെ വെള്ളം തിളപ്പിച്ച് വെക്കുന്നുണ്ട്, വെള്ളം അളവെടുത്തിട്ട്. അപ്പോൾ ഞാനിവിടെ 3 ഗ്ലാസ് അരി ആയതുകൊണ്ട് ഞാൻ 6 ഗ്ലാസ് നിറച്ച് വെള്ളം ഇവിടെ അളന്നെടുത്തിട്ട് ഞാൻ കെറ്റിൽ അവിടെ തിളക്കാൻ വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്കിവിടെ നെയ്ച്ചോറ് ഉണ്ടാക്കാം കേട്ടോ. നെയ്ച്ചോറ് ഉണ്ടാക്കാൻ നമ്മളിവിടെ ഉള്ളി വറുത്തെടുത്തില്ലേ, ആ സെയിം നെയ്യാണ് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നത്. വേറെ ഓവറായിട്ട് ഞാൻ നെയ്യ് വേറെ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമുക്ക് പട്ട, ഗ്രാമ്പു, ഏലക്കായ, പിന്നെ കുറച്ചുള്ളി, നെയ്ച്ചോറ് വെക്കാനായിട്ടുള്ള കുറച്ചുള്ളി അതിലേക്ക് ഇടുക. എന്നിട്ട് നന്നായി ഒന്ന് മൂത്ത് കിട്ടുമൊന്നും വേണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് ഉള്ളി അതിലൊന്നിട്ട് ഒരു 15-20 സെക്കൻഡൊക്കെ ഒന്ന് വറുത്തെടുത്താൽ മതി കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ മീൻ ഇപ്പുറത്തെ സൈഡിലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഈ ഉള്ളി ഒന്ന് ആയതിൻ്റെ ശേഷം നമുക്കിതിൽ നമ്മൾ നെയ്ച്ചോറ് വെക്കുന്നത് അരി വറുത്തെടുത്തിട്ടാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ അരി വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയെടുത്തിട്ട് ഇതിലേക്ക് ഇടുക. ഇനി നമുക്കിത് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേണം ഒന്ന് വറുത്തെടുക്കാനായിട്ട്. നമ്മളിങ്ങനെ നിർത്താതെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇങ്ങനെ വറുത്തെടുത്ത് നെയ്ച്ചോറോ ബിരിയാണിയോ ഉണ്ടാക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. അതങ്ങനെ ഉണ്ടാക്കിയാലേ അറിയുള്ളൂ കേട്ടോ. അപ്പം ഇതിലെ വെള്ളം ഫുള്ള് പറ്റിയിട്ട് ഇങ്ങനെ ഒരു പൊട്ടുന്ന ഒരു സൗണ്ട് കേൾക്കാം കേട്ടോ, അരി പൊട്ടുന്ന സൗണ്ട്. അപ്പോഴാണ് നമ്മൾ പിന്നെ ഇതിലേക്ക് ഇനി വെള്ളം ഒഴിക്കേണ്ടതുള്ളൂ. അപ്പോൾ നമ്മൾ അതുവരെ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇങ്ങനെ കൈയെടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇനി അടി പിടിക്കുക കട്ട പിടിക്കുകയൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്.
അപ്പോൾ അത് നമ്മുടെ അരി ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പൊട്ടുന്നൊരു സൗണ്ട് കേൾക്കുന്നില്ലേ? അപ്പോൾ ഇനി അപ്പോഴേക്കും നമ്മുടെ കെറ്റിൽ വെച്ചിട്ടുണ്ടായിരുന്ന 6 ഗ്ലാസ് വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇതിലേക്ക് വെള്ളം ഒഴിക്കാം കേട്ടോ. വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് സിമ്മിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് 7 മിനിറ്റൊക്കെ വെച്ചാൽ തന്നെ നമ്മുടെ നെയ്ച്ചോറ് പെട്ടെന്നായി കിട്ടും. വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സിമ്മിലിട്ടാൽ മതി കേട്ടോ. പിന്നെ ഫുള്ളിലിടേണ്ട ആവശ്യമില്ല. പിന്നെ സിമ്മിലിട്ടിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യേണ്ടത്. നമ്മൾ തിളച്ച വെള്ളം തന്നെ ഇതിലേക്ക് ഒഴിക്കാൻ ശ്രദ്ധിക്കണേ. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിടുക. തിളച്ച വെള്ളം നമ്മൾ ഡയറക്റ്റ് ഒഴിക്കുന്നതുകൊണ്ട് പിന്നെ ഈ അരി തിളക്കാനായിട്ട് പ്രത്യേകിച്ച് സമയമൊന്നും വേണ്ട. എന്താ വെച്ചാൽ നമ്മുടെ ഓൾറെഡി അരി ചൂടായി കിടക്കുകയാണ്, അതിലേക്കാണ് ഈ തിളച്ച വെള്ളം യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഉപ്പ് ഇടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഉപ്പ് ഒരു അനക്കം മുന്നോട്ട് നിൽക്കണം കേട്ടോ. നമ്മൾ ഇങ്ങനെ ഈ ഉപ്പിട്ട് കഴിഞ്ഞിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഉപ്പ് ഒരു അനക്കം മുന്നിലാണെങ്കിലാണ് ഉപ്പ് കറക്റ്റ് പാകത്തിലായിട്ടുണ്ടാവുക. ഇനി നെയ്ച്ചോറ് അവിടെ കിടന്നായിക്കോളും. നമുക്ക് ഇടയ്ക്കൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഗ്ലാസിൻ്റെ ലിഡാണല്ലോ, അപ്പോൾ നമുക്കൊന്ന് നോക്കിയാൽ മതി വെള്ളം വറ്റിയോ ഇല്ലയെന്ന് നോക്കിയാൽ മതി. വെള്ളം വറ്റിക്കഴിഞ്ഞാൽ നമുക്കത് ഓഫ് ചെയ്യാം. അപ്പോഴേക്കും നമ്മുടെ മീനൊക്കെ ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി മീൻ പൊരിച്ചെടുത്ത ഇതേ പാത്രത്തിലേക്ക് തന്നെ കുറച്ചും കൂടി ഒന്ന് ഉള്ളി വാട്ടാനുള്ള ഓയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ആ ഓയിൽ ചൂടായതിൻ്റെ ശേഷം നമുക്കതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു മീഡിയം സൈസിലുള്ള 3 or 4 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഒരുപാട് കായം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ 4 ഉള്ളിയൊക്കെ വരെ എടുക്കാം കേട്ടോ. 4 or 5 ഉള്ളി എടുക്കാം. പിന്നെ എനിക്കിവിടെ ഒരുപാട് കായം ഇഷ്ടമല്ല, ഹസ്ബൻഡിന് മാത്രമേ എത്ര കായം ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഉള്ളിൻ്റെ മസാലക്കാണ് കേട്ടോ ഈ കായം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉള്ളി വാട്ടിയതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇത് 3 കൂടി പേസ്റ്റ് ആക്കിയത് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതും കൂടി ഒന്ന് വാട്ടിയെടുക്കാം. എപ്പോഴും ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ ഉള്ളിയൊക്കെ എപ്പോഴും നന്നായി വാടാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ തക്കാളി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ തൽക്കാലം ഒരു വലിയ തക്കാളി മാത്രമാണ് യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ കായം കൂടുതൽ ആവശ്യമുള്ളവർക്ക് 2 or 3 യൂസ് ചെയ്യാം. ഇവിടെ പിന്നെ അത് ബാക്കിയായി നിൽക്കും, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒന്നിടുന്നത്. ഈ ടൈമിൽ തന്നെ നമുക്ക് കുറച്ച് ചപ്പ് പുതിന ഇട്ട് കൊടുക്കാം കേട്ടോ. എൻ്റെ അടുത്ത് ഇപ്പോൾ അതില്ല, ഞാൻ എങ്ങനെ എപ്പോഴും കേട് വന്ന് പോകുന്നതുകൊണ്ട് എപ്പോഴും അങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കാറില്ല കേട്ടോ. എന്നിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് തൈരോ അല്ലെങ്കിൽ യോഗട്ടോ ഏതായാലും കുഴപ്പമില്ല. യോഗട്ട് ആകുമ്പോൾ കുറച്ച് പുളി കുറവായിരിക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് ഇട്ടിട്ട് അതും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ചെറുനാരങ്ങൻ്റെ നീരും കൂടി ആക്കി കൊടുക്കണേ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാനിതിലാകെ 2 പൊടിയേ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിത് ബിരിയാണി മസാല ഞാൻ തന്നെ ഇവിടെ വറുത്തെടുക്കുന്നതാണ്. അപ്പം നമ്മൾ വറുത്തെടുക്കുന്ന ബിരിയാണി മസാല നല്ല ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ. അപ്പോൾ വീട്ടിൽ തന്നെ വറുത്തെടുക്കാൻ പൊടിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ കുരുമുളകായാലും നമ്മൾ വാങ്ങിയിട്ട് ഇങ്ങനെ വീട്ടിൽ ഒന്ന് വറുത്തിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി കേട്ടോ. ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ അതും നല്ല ടേസ്റ്റ് ഉണ്ടാകും. പിന്നെ നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മേലെ നമ്മൾ പൊരിച്ചെടുത്തിട്ടുള്ള മീൻ വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഞാനിപ്പോൾ ഇതിൻ്റെ മേലെ ഫോയിൽ പേപ്പറാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഫോയിൽ പേപ്പർ നിറയെ ഹോട്ടാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ട് വാഴൻ്റെ കിട്ടുകയാണെങ്കിൽ വാഴൻ്റെ വെച്ച് കൊടുക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത് കേട്ടോ. എന്നിട്ട് ഇതാ നമ്മൾ നെയ്ച്ചോറ് അതിൻ്റെ മേലെ ലെയറായിട്ട് ഇട്ട് കൊടുക്കുക. ഫസ്റ്റ് ലെയർ ഇട്ടതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മേലെ നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ചിരുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ മേലെ നമുക്ക് കുറച്ച് നെയ്യ് തൂക്കി കൊടുക്കാം കേട്ടോ. പിന്നെ മല്ലിച്ചപ്പും പുതിനയും നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ അതും ഈ ടൈമിൽ കുറച്ച് വിതറി കൊടുക്കാം. പിന്നെ കുറച്ച് ഗരം മസാല കേട്ടോ. ഈ സ്റ്റെപ്പ് മറക്കരുതേ, ഗരം മസാല എന്തായാലും ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പം കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അടുത്ത ലെയറും ഇതേമാതിരി ഫില്ല് ചെയ്തതിന് ശേഷം ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് നന്നായി ഒന്ന് ലിഡ് ടൈറ്റായി നിൽക്കാൻ വേണ്ടിയിട്ടാട്ടോ അങ്ങനെ ചെയ്യുന്നത്. അതിൻ്റെ ആവിയൊന്നും പുറത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്കിത് സിമ്മിലിട്ടിട്ട് ഒരു 20 to 30 minutes അങ്ങനെ തന്നെ വെച്ചേക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ എപ്പോഴാണോ ഫുഡ് കഴിക്കാനിരിക്കുന്നത് ആ ടൈമിൽ ഇത് ഓപ്പൺ ആക്കിയാൽ മതി കേട്ടോ. അതിന് പണിയൊന്നുമില്ല. ജസ്റ്റ് ഈ ചോറൊന്ന് വേറൊരു പാത്രത്തിലേക്ക്, നമ്മൾ നെയ്ച്ചോറ് ഓൾറെഡി വെച്ച പാത്രം ഉണ്ടല്ലോ അതിലേക്ക് ഈ ചോറൊന്ന് മാറ്റണം. എന്നിട്ട് അടിയിലുള്ള കായത്തിൽ നിന്ന് കുറച്ചെടുത്ത് ഇതിൽ നിന്ന് മിക്സ് ചെയ്യണം കേട്ടോ. അത്ര പണിയുള്ളൂ.
അപ്പോൾ ഞാനിതിപ്പോൾ ഇവിടെ ചോറൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ചോറൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം നമ്മൾ ആ ഫോയിൽ പേപ്പർ മെല്ലെ അതിൽ നിന്ന് ഉള്ള ചോറൊക്കെ ഒന്ന് തട്ടിയതിന് ശേഷം അതെടുത്ത് മാറ്റുക. എന്നിട്ട് ഇതിൽ നിന്ന് ഈ നമ്മൾ ഉണ്ടാക്കി വെച്ച് ഈ മസാലക്കൂട്ടിൽ നിന്ന് കുറച്ച് കായ എടുത്തിട്ട് ഇങ്ങനെ ഇതിലൊന്ന് മിക്സ് ചെയ്താൽ ഈ കളർ കിട്ടും കേട്ടോ. ബിരിയാണീൻ്റെ സെയിം കളറായിരിക്കും. പിന്നെ എനിക്കിവിടെ ഒരുപാട് കളർ ഇഷ്ടമല്ല കേട്ടോ, ഒരുപാട് മഞ്ഞ കളർ. അങ്ങനെ ഒരുപാട് മഞ്ഞ കളർ വേണമെന്നുള്ളവർക്ക് നമ്മുടെ മസാലപ്പൊടികളൊക്കെ ചേർക്കുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. അല്ലെങ്കിൽ ദം ഇടുന്ന ടൈമിൽ പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും നല്ല മഞ്ഞ കളർ കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഇത് നല്ലൊരു സാലഡ്, ചമ്മന്തി, പപ്പടം, അച്ചാർ അത് മസ്റ്റാണ് അല്ലേ. ഇപ്പം മീൻ ബിരിയാണി ആയതുകൊണ്ട് പിന്നെ പൊരിച്ച വേറെ ആവശ്യമില്ല. നല്ല പൊരിച്ച ആവോലിൻ്റെ ബിരിയാണിയാണ്. അപ്പം നല്ല അടിപൊളി ടേസ്റ്റുള്ള ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്താക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ. മല്ലിച്ചപ്പും പൊതിനയും എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്യാത്തത്. അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഉള്ളവരെന്തായാലും അതൊക്കെ ഒന്ന് ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പ്, മുന്തിരി അതിൽ ഇഷ്ടമുള്ളവർ അതും പൊരിച്ചിടാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഗസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതൊക്കെ ഇട്ടിട്ട് തന്നെയാണ് ഉണ്ടാക്കാറുള്ളത്. ഇപ്പോൾ നമുക്കത് വീട്ടിൽ പെട്ടെന്ന് കഴിക്കാനുള്ളതായോണ്ട് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയത്. അത് ചോദിച്ചാൽ ടേസ്റ്റിന് ഒരു കുറവും ഉണ്ടാവില്ലേ. ഈ ടേസ്റ്റ് അപ്പോഴായാലും ഗുഡാണ്, ഇപ്പോഴായാലും ഗുഡാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ കേട്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് കൂട്ടുകാരുണ്ട്. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമുക്ക് നല്ലൊരു ബിരിയാണി, പിന്നെ ഇങ്ങനെ നന്നായി ചമ്മന്തിയും അച്ചാറും സാലഡും ഒരു മീൻ പൊരിച്ചതിൻ്റെ ഒരു പീസും അതിന് കുറച്ച് കായൊക്കെ എടുത്ത് കൂട്ടി കുഴച്ച് കഴിക്കുമ്പോൾ ഒരു ഫീല് അത് അടിപൊളിയാണ് അല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.